വളരെ ബുദ്ധിപരമായി നവ്യ ഇവിടെ ആദർശ് സാറിന്റെ അനിയനെ സ്നേഹിച്ചും നിങ്ങളെയൊക്കെ വെറുത്തും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. സേവ്യർ പറഞ്ഞു ശരിയാ. നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് സേവ്യറെ. അത്രത്തോളം നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും മൂർത്തി ജ്വല്ലറി സ്വർണം വാങ്ങിക്കാൻ വരുമ്പോ വില കുറച്ച് തന്നാ മതി. നീ അങ്ങ് പോര്, ഫ്രീ ആയിട്ട് തന്നെ തന്നേക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. നമിത നമുക്കയച്ച മെസ്സേജുകൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആപത്ത് വരുമ്പോഴൊക്കെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ആ നമ്പറിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് നവ്യ തന്നെ ആയിരിക്കില്ലേ? അല്ലാതെ നമിതയായിട്ട് നമുക്കൊരു ബന്ധമില്ലല്ലോ ആദർശേട്ടാ. ഇതിന്നിപ്പോ എന്താ മനസ്സിലാക്കാനുള്ളത്? നവ്യ എന്തൊക്കെയോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? ചേച്ചിക്ക് പറ്റും. അതുകൊണ്ടാ ചേച്ചി നല്ലൊരു മോഡലായത്. അഭിനയത്തോട് ചേച്ചിക്ക് കുട്ടിക്കാലം മുതലേ വലിയ താല്പര്യമുണ്ട്. ഒരു ദിവസം ഏതോ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോ നമ്മളല്ലേ ചേച്ചി തടഞ്ഞത്. അഭി ചെയ്ത തെറ്റുകൾ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അവിടെ ജീവിക്കുന്നത്. അവൻ ചെയ്ത തെറ്റ് ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല. അപ്പോ ആ ദേഷ്യമൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് അവൾ എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കുന്നത്. ഒന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും സേവ്യറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയപ്പോ ഒരാശ്വാസം പോലെ. എന്റെ നവ്യച്ചെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലൊരു തോന്നൽ. പക്ഷേ നമുക്ക് ഈ നാടകം പൊളിക്കണം. എങ്ങനെ? അതിന് വഴിയുണ്ട്. അഭിനയമാണെങ്കിലും അങ്ങനെ അവൾക്ക് തോന്നരുത്. ആ രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നാ മോൾ എന്നോട് പറഞ്ഞത്. നവ്യ, എന്താ അമ്മായി? സത്യം പറയണം, നിന്റെ അറിവോടെയാണോ എന്റെ മോനെ മോളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയത്? എന്റെ അറിവോടെയോ? നീ അറിയാതെ അത് സംഭവിക്കില്ല നവ്യ. നിന്നോട് അഭി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. എവിടേക്കാടി അവരെ കൊണ്ടുപോയത്? നീ പറ, എവിടേക്കാ അവരെ കൊണ്ടുപോയത്? എനിക്കൊന്നും അറിയില്ല അമ്മായി. പിന്നെ ആർക്കറിയാവുന്നത്? അവനറിയോ അഭിക്ക്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ലേലും നിന്നോടൊന്നും പറയില്ലല്ലോ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ ഒന്നിനെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. നിനക്കേ സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും സിമ്പതിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ച് നയനമോളെ ആദർശിനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, അന്ന് നിന്റെ അവസാനമായിരിക്കും. കരുതിയിരുന്നോ നീ? ഹലോ നവ്യേ. എടി, ആദർശേട്ടനെ നയനെ ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയെന്ന്. തട്ടിക്കൊണ്ടുപോയെന്നോ? എനിക്കൊന്നും അറിയില്ല. ആദർശേട്ടന് അമ്മ വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യം അറിയുന്നത്. നീ എത്രയും പെട്ടെന്നൊന്ന് അന്വേഷിക്കണം. എന്തേലും വിവരം കിട്ടിയാ പെട്ടെന്ന് തന്നെ അറിയിക്കണം. എന്റെ നയനയ്ക്ക് ഒരു ആപത്തും വരാൻ പാടില്ല. അറിയാലോ, അവള് പ്രഗ്നന്റാ. അവൾക്ക് ഈ സമയത്ത് ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാ. നീ ഫോൺ വെക്കേ, ഞാൻ സൈബർ സെല്ലിലുള്ള എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാം. ശരിയടി.
ദാ അമ്മ വിളിക്കുന്നു. സ്പീക്കർ ഫോണിലിട്. അമ്മേ, നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സംശയം ശരി തന്നെയാ. നിങ്ങൾക്ക് രണ്ടാൾക്ക് ആപത്തുണ്ടായെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ അവൾ അവളുടെ കൂട്ടുകാരെ വിളിക്കുന്നത് ഞാൻ കേട്ടു. അവൾ ടെൻഷൻ ആവുന്നതും കണ്ടു. അപ്പൊ ഉറപ്പിക്കാല്ലേ ഇതുവരെ കണ്ടതൊക്കെ അവളുടെ അഭിനയമായിരുന്നു? അതെ, ഇനി ഉറപ്പിക്കാം. അവൾ നന്നായി വേഷം കെട്ടി. എന്നാലും ഇപ്പൊ അവളെ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട്. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ അമ്മേ. ഇനി ഏതായാലും ഉടൻ തന്നെ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടാക്കണം. അത് ഞങ്ങൾ ശരിയാക്കോളാം അമ്മേ. അമ്മ ഇപ്പം അവൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നോക്ക്. എന്നിട്ട് അവളെ കുറ്റപ്പെടുത്ത്. പിടിക്കപ്പെടുന്നത് വരെ അവൾ ഒന്നും അറിയണ്ട. ശരിയമ്മേ? അല്ല, ഇനി എന്താ പരിപാടി? നമുക്കേ ആ നമിതയുടെ വീട് വരെ ഒന്ന് പോവാം. പോയിട്ട് ചിലതൊക്കെ ചെയ്യാനുണ്ട്. ആദർശേട്ടാ, അപ്പൊ ചേച്ചി നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടല്ലേ നമ്മളെ തട്ടിക്കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോ അവള് ഉടൻ തന്നെ നമിതയെ വിളിച്ചത്. അച്ഛനും അമ്മയൊക്കെ ചേച്ചിയെ തള്ളിക്കളഞ്ഞതുപോലെ ആയിരുന്നു. ഏത് നേരം ശപിക്കുമായിരുന്നു. ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിന്റെ ഇരട്ടി അവര് സ്നേഹിക്കട്ടെ. അവള് എൻ ജ്വല്ലറിയുടെ മോഡലായിട്ട് നടക്കുമ്പോഴും ഉള്ളിൽ ഒരുപാട് ഭാരം വെച്ചോണ്ട് അവള് വേഷം കെട്ടി ആടിയത്. ഇനിയിപ്പോ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവൾക്കും അവളുടെ കുഞ്ഞിനും പരമാവധി സന്തോഷം കൊടുക്കണം. ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ശരിക്കു പറഞ്ഞ അഭിക്കൊപ്പം നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ചാരപ്പണി ചെയ്യായിരുന്നു ഇതുവരെ നവ്യേച്ചി. അതിന് ഇനി അവളെ നമ്മുടെ മോഡലാക്കണം. മൂർത്തീസ് ജ്വല്ലറിയുടെ മോഡല്. ഒരു കണക്കിന് നവ്യയുടെ കാര്യത്തിൽ എൻ ജ്വല്ലറിക്കാർ നമുക്കൊരു ഗുണം ചെയ്തിട്ടുണ്ട്. അവളെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആക്കി. ഇപ്പോ പലരും നവ്യയെ തിരിച്ചറിയുന്നുണ്ട്. നവ്യ അവരുടെ മോഡലായപ്പോ വന്ന വാർത്തകളൊക്കെ നീ ശ്രദ്ധിച്ചായിരുന്നല്ലോ. അനന്തപുരിയിലെ മരുമകൾ എൻ ജ്വല്ലറിയുടെ മോഡൽ. അങ്ങനെയാ സോഷ്യൽ മീഡിയ ആഘോഷിച്ചത്. ഇനി അവരുടെ മോഡലെന്നും പറഞ്ഞ് പരസ്യം കൊടുക്കാൻ പറ്റില്ല. അത് എൻ ജ്വല്ലറിക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ അനന്തപുരിയുടെ മരുമകൾ മൂർത്തീസ് ജ്വല്ലറിയുടെ മോഡലായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് നല്ലതാ. എന്ന് മാത്രമല്ല, അവളെ നല്ലൊരു പൊസിഷനിൽ ജ്വല്ലറിയിൽ നിയമിക്കുകയും വേണം. അതൊക്കെ എന്താന്ന് വെച്ചാ ആദർശേട്ടൻ ആലോചിച്ച് ചെയ്താൽ മതി. ഞങ്ങളെ അറിയോ? അത് പിന്നെ എന്റെ ചേച്ചിയാ നവ്യ, സ്വന്തം ചേച്ചി. അറിയാം. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ലാത്ത ചേച്ചിയുടെ ഒരു ഫ്രണ്ടാണ് ഈ നമിത. നവ്യയായിട്ട് എങ്ങനെയാ പരിചയം? ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയമൊന്നുമില്ല. ഇനി അത്തരം സംസാരങ്ങളൊന്നും വേണ്ട. നവ്യ തനിക്ക് പരിചയമില്ലെങ്കിൽ എന്തിനാ ഡെയിലി നവ്യ താൻ വിളിക്കുന്നത്? നിങ്ങൾ തമ്മിലുള്ള മെസ്സേജുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമിത ഞങ്ങളുടെ ശത്രുവല്ല, ഞങ്ങളെ സഹായിക്കുന്ന ഒരാളാ. അതുകൊണ്ട് ഇനി ഞങ്ങളോട് നടന്ന ഒന്നും മറച്ചു വെക്കണ്ട. നവ്യേച്ചിയ നമിതയെ കൊണ്ട് പലതും ചെയ്യിച്ചത്. അങ്ങനെയെങ്കിൽ നവ്യേച്ചിയുടെ മനസ്സിൽ എന്താന്ന് ഞങ്ങൾക്കൊക്കെ അറിയണം. ഞങ്ങളുടെയൊക്കെ ധാരണ നവ്യ ഞങ്ങളുടെ ശത്രുവാണെന്ന്. എന്നാ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി നവ്യയാണ് നമിതയ്ക്കൊപ്പം നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതെന്ന്. ഇനിയിപ്പോ നമിത അത് നിഷേധിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ തമ്മിൽ അയച്ച മെസ്സേജുകളൊക്കെ ഞാൻ കാണിച്ചുതരാം. അതെല്ലാം എന്റെ ഫോണിൽ കിടപ്പുണ്ട്. എന്താ ശരിക്കും സംഭവിച്ചേ? അത് ഞാനും നവ്യയും സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാ, 1 മുതൽ 5 വരെ. അതേ സ്കൂളിൽ തന്നെയാണല്ലോ ഞാനും പഠിച്ചേ. നയനേനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ കുറെ വർഷമായില്ലേ, അതിന്റെ ഒരു വ്യത്യാസം എനിക്കുണ്ട്. ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ദുബായിലായിരുന്നു. അവിടുന്ന് ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോഴാ വളരെ യാദൃച്ഛികമായിട്ട് നവ്യയെ കാണുന്നത്. പിന്നെ നവ്യയുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് വലിയ വിഷമം തോന്നി. പിന്നെ അവളുടെ ഓരോ യാത്രയിലും ഞാനും ഭാഗമായിരുന്നു. അത് ശരി. അപ്പോഴേ ചേച്ചി ഫോണും തന്നെ. എന്തിനാ? ഒന്ന് താ ചേച്ചി. ഇനി എനിക്ക് എന്റെ ചേച്ചി ഇവിടെ വരുത്തണം. അതിന് ഞാൻ ചെറിയൊരു നമ്പർ ഇടാൻ പോവാ.
നവ്യ ഞങ്ങളോട് വെറുപ്പ് കാട്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുമായിരുന്നു അല്ലേ? അതെ. ദാ മെസ്സേജ് കണ്ടാലുടൻ നവ്യേച്ചി ഇവിടെ എത്തും. നമിതയുടെ മെസ്സേജ് ആണല്ലോ. നീ എത്രയും വേഗം എന്റെ വീട്ടിലേക്ക് വരണം. കാരണമൊന്നും ചോദിക്കണ്ട, വന്നാ മതി. എന്തെങ്കിലും കാരണമില്ലാതെ അവൾ ഇങ്ങനൊരു മെസ്സേജ് അയക്കില്ലല്ലോ. എന്താടി, എന്റെ നയനക്ക് എന്തെങ്കിലും പറ്റിയോ? ദേ, അവക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. നീ എന്തോന്നും മിണ്ടാത്തെ? എന്താ സംഭവിച്ചെന്ന് പറ. നീ ഒരു മെസ്സേജ് ഇട്ടിട്ട് എന്നെ ഇങ്ങോട്ട് വരാൻ പറയണെങ്കിലേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പറയാനല്ലേ പറഞ്ഞേ? പറയടി, എന്റെ നയനയ്ക്ക് ആദർശേട്ടന് എന്താ പറ്റിയേ? ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. പറയടി, എന്റെ നയനയ്ക്ക് ആദർശേട്ടന് എന്താ പറ്റിയേ? ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. നാടകമേ അസലായിട്ടുണ്ട് കേട്ടോ. കുറെ നാളായല്ലോ ഈ പ്രകടനം തുടങ്ങിയിട്ട്. ഇന്നതിന്റെ ക്ലൈമാക്സ് ആയിക്കോട്ടെ എന്ന് കരുതി. നിങ്ങളൊക്കെ എന്താ ഇവിടെ? അഭിനയിച്ച് തകർത്തല്ലോ, ഇനി മതിയാക്കിക്കൂടെ എന്നാ ആദർശേട്ടൻ ചോദിച്ചത്. ആദർശേട്ടനെയും നയനയും എല്ലാം മനസ്സിലാക്കി. എന്നിട്ടാ ഇങ്ങോട്ട് വന്നേ. എന്റെ മൊബൈലിൽ നിന്ന് നയനയാ മെസ്സേജ് അയച്ചേ. കുറെ നാളായിട്ട് ആരോ ഞങ്ങളെ മറിഞ്ഞിരുന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. അത് ആരാണെന്നറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാ ഞങ്ങൾ നമിതയിലേക്ക് എത്തിയത്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നവ്യ ഞങ്ങളുടെ ശത്രുവല്ലാന്ന്. അല്ല, എന്നു മുതൽ ഈ പരിപാടി തുടങ്ങിയത്? തുടങ്ങിയിട്ട് കുറെ ആയി. കുറേന്ന് പറഞ്ഞ ജ്വല്ലറിയുടെ മോഡലാവുന്നതിന് മുമ്പ് നവ്യ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു. അതിനുള്ള സാഹചര്യം ഉണ്ടായില്ലല്ലോ. അതിന് ശേഷമല്ല അറിഞ്ഞത്. ഇനിയിപ്പോ എന്തായാലും പിടിക്കപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് ആദർശേട്ടനോട് നയനോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമിതയ്ക്കെല്ലാം അറിയാം. നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ? അതിനെന്താ, ചേച്ചിയുടെ സംസാരം കേൾക്കാനാ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവളെ എല്ലാ അർത്ഥത്തിലും എന്നെ സഹായിച്ചത്. എന്റെ കഥകൾ അറിഞ്ഞിട്ട് എനിക്കൊപ്പം നിൽക്കുമായിരുന്നു. അതിനിവളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതൊന്നും സാരമില്ല. നമിതയ്ക്ക് എന്ത് സഹായം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ അതൊന്നും വേണ്ടെന്നാ നമിത പറയുന്നത്. എന്റെ ക്ലോസ് ഫ്രണ്ടാ നവ്യ. ഇവളുടെ കഥകൾ കേട്ടപ്പോ എനിക്ക് ഇവളോടുള്ള സ്നേഹം കൂടി. ഒപ്പം ഇവളെ തകർത്തവരോട് ദേഷ്യവും. അതുകൊണ്ടാ മുന്നിൽ അപകടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ കൂടെ നിന്നത്. നിങ്ങൾ വാ, എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പോയിട്ട് വരട്ടെ. ശരിയടി. അഭിയുടെ മോളാണ് ചന്തുമോളെന്ന് നിങ്ങൾ എല്ലാരും തിരിച്ചറിഞ്ഞു. എന്നിട്ട് എത്ര നാളാ എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്? എന്നിട്ട് അവസാനം എല്ലാ നാടകത്തിനു ശേഷം അമ്മയെ കൊണ്ടു എന്നോട് പറയിപ്പിച്ചു. എന്തിനാ എന്നോട് പറയിപ്പിച്ചത്? ജീവിതകാലം മൊത്തം പറയാതിരിക്കായിരുന്നില്ലേ?
എന്തിനാ എന്നോട് പറയിപ്പിച്ചത്? ജീവിതകാലം മൊത്തം പറയാതിരിക്കായിരുന്നില്ലേ? അമ്മ എന്നോട് സത്യങ്ങൾ വന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലെങ്കിലും ഉടനെ തന്നെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം തുടങ്ങി. DNA ടെസ്റ്റിനായിട്ട് ചന്തുമോളുടെ അബിയുടെയും തലമുടി ഞാൻ ഡേവിഡ് സാറിന്റെ കയ്യിൽ ആദ്യം കൊടുത്തത്. അന്നറിയില്ലായിരുന്നു അവന്റെ ബിനാമിയാണ് ഡേവിഡ് എന്ന്. അയാള് ചന്തുമോള് അബിയുടെ കുട്ടി അല്ലെന്നാ പറഞ്ഞേ. ആ സമയത്തെ സ്വർഗം അടക്കി പിടിച്ച പോലെയായിരുന്നു എനിക്ക്. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോ എന്റെ സുഹൃത്ത് നമിതേ, അവളുടെ കയ്യിൽ ഞാൻ തെളിവുകൾ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അവൾക്കറിയാവുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവളും സത്യങ്ങൾ മനസ്സിലാക്കി. ആ റിസൾട്ടില് അഭിയായിരുന്നു ചന്തുമോളുടെ അച്ഛൻ. ആ സമയത്ത് ഹൃദയം നുറങ്ങിപ്പോകുന്ന വേദനയായിരുന്നു എനിക്ക്. മരിച്ചാ മതിയെന്ന് പോലും തോന്നിയതാ. എന്നാലേ എനിക്കൊരു കുഞ്ഞുണ്ട്. അതിനെ കളഞ്ഞിട്ട് ഞാനല്ല പോണ്ടത്, അവനാണെന്ന് ആ സമയത്ത് എന്റെ മനസ്സെന്നോട് പറഞ്ഞത്. അവിടെ മുതലേ ഞാൻ എന്റെ ഗെയിം ആരംഭിച്ചു. അവനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവനെ തകർക്കുക, അതിനായിരുന്നു എന്റെ ശ്രമം. ആദർശേട്ടന് അന്ന് അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചത് ഞാൻ തന്നെയാ. അവനും അവന്റെ അച്ഛനും അവരുടെ ജ്വല്ലറിയും തകർന്ന് തരിപ്പണാവണം. അത് മാത്രം ഇനി എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കാനും ഞാൻ ഒരുക്കുക. അബിയുടെ കുഞ്ഞ് ആദർശേട്ടന്റെ കുഞ്ഞാണെന്ന് കരുതി ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഞങ്ങളാ നിന്നോട് മാപ്പി വയ്ക്കേണ്ടത്. അഭിയെ പോലൊരുത്തനോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക്കാ. എന്നിട്ടും ഒരു പെൺകുട്ടിക്കും സഹിക്കാത്ത കാര്യങ്ങൾ അറിഞ്ഞിട്ടും നീ ഇത്രത്തോളം നന്മ ചെയ്തതിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. ഏൻ ജ്വല്ലറിയുടെ മോഡലായിട്ട് എന്നെ തെരഞ്ഞെടുത്തപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു, അഹങ്കാരമായിരുന്നു. പിന്നീടാണ് എന്തുകൊണ്ടാണ് അവർ എന്നെ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴും ഞാൻ അവരുടെ ശമ്പളക്കാരിയായി ജീവിക്കുന്നതേ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജ്വല്ലറിക്കും വേണ്ടി തന്നെയാ. ഞാൻ ചാരപ്പണി ചെയ്യാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം കൊല്ലപ്പെടുമെന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, മരണത്തെക്കാളും ഭീകരല്ലേ ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾ ചേച്ചി അങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടില്ല. നിന്നെ വഞ്ചിച്ചവന് ഇനിയാ യഥാർത്ഥ ശിക്ഷ കിട്ടാൻ പോകുന്നത്. അവന്റെ അനിയത്തിക്ക് ഒരിക്കലും അനിയെ കിട്ടാൻ പാടില്ല. ആ ബന്ധം നടക്കരുത്. അതിനുവേണ്ടിയാണോ ചേച്ചി നവീനെ പോയി കണ്ടത്? അനിയും നന്ദുവും തമ്മിൽ പ്രേമത്തിലാണെന്ന് പറഞ്ഞത് നവീന്റെയും നന്ദുവിന്റെയും വിവാഹം മുടക്കാനാണോ? അതെ. അനി ജീവന് തുല്യം സ്നേഹിക്കുന്നത് നന്ദുവിനെയാ. അങ്ങനെയുള്ളപ്പോ അനിക്ക് തന്നെ അവളെ കിട്ടേണ്ടത്. നമ്മള് രണ്ട് മരുമക്കൾക്കൊപ്പേ അവള് തന്നെ അനന്തപുരിയിലേക്ക് വരേണ്ടത്, മൂന്നാമത്തെ മരുമോളായിട്ട്. അനി അവന്തികയെ കെട്ടിയ അഭി അവന്റെ അമ്മയൊക്കെ കൂടുതൽ പിടിമുറുക്കും. അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ അനിയുടെ നന്ദുവിന്റെ ഇടയിലേക്ക് വന്നിരിക്കുന്നത് നവീനാ. അതാണ് പ്രയാസം. അതെനിക്കറിയാം. എങ്കിലും അവസാനം നന്ദു അനിയും തന്നെ ഒന്നിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. സത്യങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ആദർശേട്ടന് നയനെ അറിഞ്ഞ സത്യങ്ങൾ അഭി അവന്റെ അമ്മ അനിയത്തിയൊന്നും അറിയരുത്. കുറച്ചു നാളുകൂടി ഈ അഭിനയം ഇങ്ങനെ തന്നെ പോട്ടെ. ഒരു സമയത്ത് ആദർശേട്ടന് നയനയാ അനന്തപുരി തറവാടിന്റെ പടി കടന്നു പോയത്. ശരിക്കൊന്ന് പോകേണ്ടിയിരുന്നത് അഭിയാ. അവൻ ഇനി പോകണം. ആ പോക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു പോക്കായിരിക്കണം. അനന്തപുരി തറവാടിന്റെ വാതിൽ ഇനി ഒരിക്കലും തുറക്കാത്ത രീതിയിൽ അവനെ പൂട്ടണം. എന്താണെന്ന് വെച്ചാൽ നവ്യ പറഞ്ഞാൽ മതി, അതിനോടൊപ്പം ഞങ്ങൾ നിന്നോളാം. ചേച്ചി വാ.
അല്ലെങ്കിൽ തന്നെ അഭി ഇല്ലെന്ന് കരുതി നിന്റെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്നെയും നിന്റെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാൻ ഇവിടെ ആളുണ്ട്. അമ്മയും മുത്തച്ഛനും കൂടി പോയി കല്യാണാലോചന നടത്തിയതോടെ അവരേതാണ്ട് എന്നെ മരുമകനായി കണ്ടു കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് നീ വെറുതെ അലമുണ്ടാക്കല്ലേ നീ വിഷമിക്കേണ്ട ജലജെ. നന്ദുവിന്റെയും നവീന്റെയും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് അവനെ ഞാൻ വഴിക്ക് കൊണ്ടുവന്നോളാം. ഇനിയിപ്പോ നമ്മളൊക്കെ അഭിയോട് സിമ്പതി കാണിച്ചാലും നവ്യ കാണിക്കില്ല. അവള് രണ്ടും കൽപ്പിച്ചാ നിൽക്കുന്നത്. എന്തായാലും നവ്യ മിടുക്കിയ. അഭി ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് അതേ നാണയത്തിൽ തന്നെയാ അവൾ തിരിച്ചടി കൊടുക്കുന്നത്.